വയനാടിനെ പുനർനിർമ്മിക്കാൻ ഡിവൈഎഫ്ഐ നടത്തിയ നമ്മൾ വയനാട് ക്യാമ്പയിൻ ലഭിച്ചത് വൻ പിന്തുണ. നാടാകെ ഡിവൈഎഫ്ഐ ക്യാമ്പയിന് പിന്തുണ നൽകിയപ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്നും യുവജന പ്രവർത്തകർ സമാഹരിച്ചത് 2 കോടി രൂപ. സംസ്ഥാന പ്രസിഡന്റ് വി വസീഫിന് ജില്ലാ സെക്രട്ടറി കെ ശ്യാംപ്രസാദ് തുക കൈമാറി. ആക്രി പെറുക്കിയും പഴയ പാത്രങ്ങൾ ശേഖരിച്ചും മീൻ വിൽപ്പന നടത്തിയും ചായക്കട നടത്തിയെല്ലാമാണ് ജില്ലയിലെ പ്രവർത്തകർ പണം കണ്ടെത്തിയത്. ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാറും ബൈക്കുകളും വരെ പലരും സംഭാവനയായി നൽകി. മോതിരം, കമ്മലടക്കമുള്ള സ്വർണ്ണാഭരണങ്ങളും നൽകിയവരുമുണ്ട്. 150 ലിറ്റർ തേൻ നൽകിയ കർഷകൻ, വിവാഹ ചെലവ് ചുരുക്കി സംഭാവന നൽകിയവർ, വീടിന്റെ അറ്റകുറ്റപ്പണിക്ക് മാറ്റിവെച്ച തുക, കീഴാറ്റൂർ അനിയൻ നൽകിയ 250 പുസ്തകങ്ങൾ, വെളിയങ്കോട് അമ്പലത്തിലെ ഭണ്ഡാരം, പെൻഷൻ വിഹിതം നൽകിയവർ, ആട്, പശു തുടങ്ങിയ വളർത്തുമൃഗങ്ങളെ നൽകിയവർ, ഒരു ദിവസത്തെ കളക്ഷൻ നൽകിയ ബസ്സുകാർ, ഒരു ദിവസത്തെ വേതനം നൽകിയ സൂപ്പർ മാർക്കറ്റ് ജീവനക്കാർ, വിവിധ നവമാധ്യമ കൂട്ടായ്മകൾ, അങ്ങനെ വിവിധ മേഖലകളിലുള്ള നിരവധി പേർ യുവതയുടെ കരുത്തലിനൊപ്പം കൈകോർത്തു. ബിരിയാണി, പായസം, പപ്പടം, ബീഫ്, പുസ്തകം, ഷവർമ, അച്ചാർ, പച്ചക്കറി, തെങ്ങ് തൈ, കപ്പ, ധോത്തി ചലഞ്ചുകൾ നടത്തിയും പണം സമാഹരിച്ചു. വെളിയംകോട് ഗ്രാമം വട്ടേക്കാട് ഭഗവതി ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചിയിലെയും നടവരുമാനവും നൽകി. തിരൂരങ്ങാടി ബ്ലോക്കിലെ കുറുകത്താണിയാണ് ഏറ്റവും കൂടുതൽ പണം സമാഹരിച്ച യൂണിറ്റ്. 1,25,413 രൂപ. കൂടുതൽ പണം സമാഹരിച്ച മേഖലാ കമ്മിറ്റി പെരുമണ്ണയാണ്. 3,33,898 രൂപ. ഡിവൈഎഫ്ഐ ക്യാമ്പയിൻ വൻ വിജയമാക്കിയ മുഴുവൻ ആളുകളെയും ജില്ലാ കമ്മിറ്റി അഭിവാദ്യം ചെയ്തു. ജില്ലാ ട്രഷറർ പി മുനീർ ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ ചടങ്ങിൽ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, മലപ്പുറം.